ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്ര വച്ചിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിക്കണം. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. ഒരു മനുഷ്യൻ ഏത് മേഖലയിൽ അധ്വാനിക്കണമെന്ന് പറയുകയായിരുന്നു. ഈ ലോകത്ത് അന്നന്ന് ഉള്ള അപ്പത്തിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നവരാണ് പലരും. എന്നാൽ അന്നന്ന് വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി മാത്രമുള്ള അധ്വാനമല്ല, ഭാവിയിലേക്ക് കുറേ കൂട്ടിവെക്കുവാനായിട്ടുള്ള അപ്പത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്നു. അതിനു വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള കള്ളക്കളികൾ നടത്താനും തട്ടിപ്പ് നടത്തുവാനും ഇന്ന് മനുഷ്യൻ തയ്യാറാകുന്നു. എന്ത് തിന്മയ്ക്കും കൂട്ടുനിന്നുകൊണ്ട് എന്ത് തിന്മ ചെയ്യുവാനും മനുഷ്യന് മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അന്നൊന്നു വേണ്ട ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നാളെ ജീവിച്ചോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൻ്റെതെല്ലാം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്നു. ആ നെട്ടോട്ടമോടുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്: നശ്വരമായ ഈ ലോകത്ത് നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ഈ ലോകത്ത് നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയിട്ടാണോ ഇന്ന് ഞാൻ ഓടുന്നത്? ഈ ലോകത്ത് നശിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന എത്രമാത്രം കൂട്ടിവെച്ചുകാലം പ്രിയ സഹോദരങ്ങളെ, നിമിഷ നേരം കൊണ്ട് ഒരു ഇടിമിന്നലേറ്റാൽ, വേണ്ട ഒരു ഭൂകമ്പമുണ്ടായാൽ, ഒരു പ്രകൃതിക്ഷോഭമുണ്ടായാൽ എത്രമാത്രം വലിച്ചു വാരിക്കൂട്ടിക്കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ട് അതെല്ലാം തകർന്നടിഞ്ഞ് നശിച്ച് നാശമായി പോകും. ഓരോ യുദ്ധമുഖങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ കാലാകാലങ്ങളായിട്ട് വലിച്ചു വാരിക്കൂട്ടിയ വലിയ വലിയ മന്ദിരങ്ങളൊക്കെ ഇന്ന് പൊടിഞ്ഞ് തകർന്നു കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ പല മേഖലകളിലും പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ട് 10-25 നില ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ മണിമാളികളും കൊട്ടാരങ്ങളും വലിയ വലിയ സ്ഥലങ്ങളെല്ലാം തകർന്ന് നശിച്ച് നാശമായി കിടക്കുന്നത് നമുക്ക് ലോകത്തിൻ്റെ പല മേഖലകളിലും കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവമായ കർത്താവരാണ് ഈ ലോകത്ത് നശിച്ചു പോകുന്ന അശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തരുന്ന നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. അംഗീകാരമുദ്ര അത് വിശുദ്ധ കുർബാനയാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് തുടർന്ന് ഉള്ള ബാക്കി വചനങ്ങളിലെല്ലാം പറയുന്നത്. ഇന്ന് ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഓടുന്നു? ഈ ലോകത്ത് നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നത്. അതേ ഒരിക്കലും നശിക്കാതെ നിത്യജീവൻ തരുന്ന നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ആ വിശുദ്ധ കുർബാനയാകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഓടുന്നത്? ആ അപ്പം സ്വന്തമാക്കിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാം. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ചോടുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അവിടുന്ന് കരുണയായിരിക്കണമേ. അവിടുന്ന് തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നുവെന്നും അരുളി ചെയ്ത കർത്താവേ, വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.